രൂപത്തിന്റെ സാമ്യം വന്ന് പറഞ്ഞ് എത്ര വലിയ ആളാണെങ്കിലും വന്ന് ചോദിച്ചാ ഞങ്ങളങ്ങ് വിട്ടുതരുന്ന കരുതിയോ? അവള് മാഡത്തിന്റെ മകളാണെന്നുള്ളതിന് എന്താ മാഡത്തിന് തെളിവ്? വേദനയുണ്ടോടി മോളെ? പിന്നില്ലാതെ. മുത്തശ്ശി എന്തിനാ അവരോട് വെല്ലുവിളിക്കാൻ പോയത്? മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞല്ലേ? മുത്തശ്ശിയുടെ വാക്കും കേട്ട് എടുത്ത് ചാടിയതാ ഞാൻ. എന്നിട്ടിപ്പ എന്തായി? ഒരധിക സുഖമായിട്ട് വരുണ്ട കൂടെ ജീവിക്കുന്നുണ്ട്. ഞാൻ കിടക്കുന്നത് ജയിലിലും. എല്ലാം മുത്തശ്ശി കാരണം ഉണ്ടായതാ. നീ അത് പറയണോടി. അവസാനം എനിക്ക് ഈ കൂലിയെ കിട്ടുമെന്ന് അറിയായിരുന്നു. എനിക്ക് രാമനാമം ജപിച്ചോണ്ട് വീട്ടിൽ ഇരുന്നാ മതിയായിരുന്നു. നിന്നെ നന്നാക്കാനല്ലെങ്കിൽ ഞാനെന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെ ഇറങ്ങി തിരിച്ചത്? എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാലേ ദേ എന്നെ എന്റെ വഴിക്കങ്ങ് വിട്ടേക്ക്. നീ എന്താന്ന് വെച്ചാ കാണിച്ചോ. പോട്ടെ മുത്തശ്ശി, തല്ലുകൊണ്ട ദേഷ്യത്തില് ഞാൻ പറഞ്ഞു പോയതാ. അറിയാതെയൊന്നുമല്ല, മനസ്സിലിരിപ്പ് അത് തന്നെയാ. സോറി മുത്തശ്ശി, ക്ഷമിക്ക്. മുത്തശ്ശി പ്ലീസ്. മുത്തശ്ശി പ്ലീസ് എന്നോട് ക്ഷമിക്ക്. മോളെ, ഞാൻ ശ്യാമയാണ്, ഗായിക ശ്യാമ. അയ്യോ ദേവേട്ടാ, 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 എന്താ അവിടെ അവിടെ താൻ കാര്യം എന്താന്ന് പറയാ? അവിടെ പാട്ട് പാടുന്ന ശ്യാമ വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലോ? ആ അതെ, അവര് ശരിക്കും നമ്മുടെ രാധിക മോളെ പോലെ തന്നെയാ. താൻ വരിക. അതെ, നമസ്കാരം. എന്താ തിരുമേനിയും ഭാര്യ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? എന്നെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്? എനിക്കല്പം സംസാരിക്കാനുണ്ടായിരുന്നു. അകത്തിരിക്കാലോ അല്ലേ? ഓ വരൂ. വരിക. ഇരിക്കുക. വീട്ടിലേക്ക് അതിഥി വന്ന ഇത്രയും ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? അതോ എന്നെ കണ്ട് ഭയപ്പെടാൻ വേറെന്തെങ്കിലും കാരണമുണ്ടോ തിരുമേനി? അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരുന്നു. ജനിച്ച ദിവസം തന്നെ എന്നിൽ നിന്ന് വേർപെട്ടു പോയ എന്റെ മകൾ. ഇതുവരെ ഞാൻ അവളെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു.
തിരയാത്ത സ്ഥലമില്ല, അലയാത്ത ഇടമില്ല, പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, നടത്താത്ത വഴിപാടുകളുമില്ല. അലച്ചിലിനൊടുവിലാ ഈ നാട്ടിലെത്തിയത്. തിരുമേനിക്ക് എന്റെ രൂപസാദൃശ്യമുള്ളൊരു മകളുണ്ടോ? പറയൂ തിരുമേനി, എനിക്ക് നഷ്ടപ്പെട്ട ആ കുഞ്ഞ് അങ്ങയുടെ കയ്യിലെത്തിയത്. അങ്ങാണോ അവളെ വളർത്തിയത്? ഞാൻ വന്നത് എന്റെ മോളെ കാണാനാ, അവളെ കൂട്ടിക്കൊണ്ടു പോവാനാ. ജനന ദിവസം ഒരു പുഴയില് ഒരു കുട്ടവഞ്ചിയിൽ ഒഴുക്കി വിട്ട എന്റെ മോള്. ഞാൻ പറഞ്ഞത് സത്യ തിരുമേനി. തിരുമേനിക്ക് അവളെ കിട്ടിയത് അങ്ങനെ തന്നെയല്ലേ? പറഞ്ഞത് സത്യമാണ്. എനിക്കൊരു മകളുണ്ട്, രാധിക. അവളെ കാണാൻ മേഡത്തെ പോലെയാണെന്ന് അവള് മുതിർന്നപ്പോ മുതല് പലരും പറയുന്നുണ്ട്. പക്ഷേ അവളെ ഞങ്ങൾ എടുത്തു വളർത്തിയതാ. പക്ഷെ അവള് ഞങ്ങളുടെ മകൾ തന്നെയാ. രൂപത്തിന്റെ സാമ്യം വന്ന് പറഞ്ഞ് എത്ര വലിയ ആളാണെങ്കിലും വന്ന് ചോദിച്ചാ ഞങ്ങളങ്ങ് വിട്ടുതരുന്ന കരുതിയോ? അവള് മേഡത്തിന്റെ മകളാണെന്നുള്ളതിന് എന്താ മേഡത്തിന് തെളിവ്? തെളിവ് ഞാൻ തന്നാ മതിയോ? ഈ നിൽക്കുന്നത് എന്റെ അമ്മയാ. ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന കണ്ടിട്ട് അത് നിഷേധിച്ചു പറയാൻ തോന്നുന്നുണ്ടോ അച്ഛനമ്മയ്ക്കും?